Praise the Lord. Hallelujah. സ്തോത്രം സ്തോത്രം. ആമേൻ. Hallelujah. ബലവൻ ബലത്തിൽ പ്രശംസിക്കരുതേ, ധനവൻ ധനത്തിൽ പ്രശംസിക്കരുതേ. ബലവൻ ബലത്തിൽ പ്രശംസിക്കരുതേ, ധനവൻ ധനത്തിൽ പ്രശംസിക്കരുതേ. ജ്ഞാനത്തിൽ പ്രശംസിക്കരുതേ, പ്രശംസയെല്ലാം യേശുവിൽ മാത്രം. അവനിലല്ലോ നിത്യജീവൻ, അവനിലല്ലോ നിത്യജീവൻ. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗി പൂവ് പോലെയും. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗി പൂവ് പോലെയും. പുല്ലുണങ്ങും പൂവ് വാടും, നിലനിൽക്കും തിരുവചനം മാത്രം. പുല്ലുണങ്ങും പൂവ് വാടും, നിലനിൽക്കും തിരുവചനം മാത്രം. അവനിലല്ലോ നിത്യജീവൻ, അവനിലല്ലോ നിത്യജീവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവമക്കൾക്ക് നൽകി തന്നിരിക്കുന്ന ഒരു അതോറിറ്റി, അധികാരം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഭാഗം നമ്മൾ ചിന്തിച്ചു, അധികാരം ദൈവം തന്നിരിക്കുന്ന, ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന അധികാരപ്പെട്ടവരായി, അധികാരങ്ങളുള്ളവരായി. സ്തോത്രം. ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്നും അതിൻ്റെ ബാക്കിയായി സ്തോത്രം ചിന്തിപ്പാൻ പോകുകയാണ്. ബലവാൻ ബലത്തിൽ പ്രശംസിക്കരുതേ, ധനവാൻ ധനത്തിൽ പ്രശംസിക്കരുതേ. ജ്ഞാനി ജ്ഞാനത്തിൽ പ്രശംസിക്കരുതേ, പ്രശംസയെല്ലാം യേശുവിൽ മാത്രം. അവനിലല്ലോ നിത്യജീവൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതെ, ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ തള്ളപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളവരെ കുറിച്ച് ക്രിസ്തു പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രസ്താവിക്കുന്നു. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പിൻ. എന്നാൽ യജമാൻ തൻ്റെ വീട്ടുകാർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവനവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടെ തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ചില അധികാരങ്ങളൊക്കെ നമുക്ക് തന്നിട്ട് പോയി. അതൊക്കെ കയ്യിലിരിക്കുമ്പോൾ അത് ഉപയോഗിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി പലതും ചെയ്യുവാൻ കഴിയുന്നതിനപ്പുറത്തോട്ടുള്ള തെറ്റായ വഴികളിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് സ്തോത്രം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട ഭാരമുള്ളവരായി ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന തൻ്റെ ദാസീദാസന്മാർക്ക് ദൈവവേല ചെയ്യുവാനുള്ള കഴിവുകൾ കൊടുക്കുന്നു. ആ കഴിവുകൾക്കാണ് താലന്തുകളെന്നും റാത്തലുകൾ എന്നും വേദപുസ്തകത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇപ്രകാരം കഴിവുകൾ ലഭിച്ച ഇപ്രകാരം കഴിവുകൾ ലഭിച്ച ദൈവത്തിൻ്റെ ദാസന്മാർ മരണപര്യന്തം വിനീതരും വിശ്വസ്തരും വിശുദ്ധരുമായിരിക്കേണ്ടതാണ്. എന്നാൽ കാലങ്ങൾ കുറെ കഴിയുമ്പോൾ
പ്രകാരം ദൈവത്തിൽ നിന്ന് റാത്തലുകൾ പ്രാപിച്ച പലരും ദൈവ വഴിവിട്ട് ചലിക്കുവാൻ സാത്താൻ പ്രേരണ കൊടുക്കുകയും ആ പ്രേരണയിൽ ചിലർ കുടുങ്ങിപ്പോകും. വ്യത്യസ്തമായ നിലയിലാണ് സാത്താൻ ദൈവത്തിൻ്റെ വൃതന്മാരെ അവൻ്റെ വലയിൽ കൊടുക്കേണ്ടതിന് കണികൾ ഒരുക്കുന്നത്. ചിലർക്ക് പണത്തോടുള്ള ആർത്തി ഉണ്ടാകും. അവരെ ദൈവ വഴി വിട്ട് പണം സമ്പാദിക്കുവാനുള്ള വ്യഗ്രതയുള്ളവരാക്കി തീർക്കും. അഥവാ സുവിശേഷത്തിൻ്റെ പേരിൽ, ദരിദ്രരുടെ പേരിൽ, സഭയുടെ പേരിൽ, സുവിശേഷകരുടെ പേരിൽ പണം വരുത്തിയിട്ട് ആ പണം തൻ്റെ മക്കൾക്കും സ്വന്തം രാജ്യം പണിയേണ്ടതിനു വേണ്ടിയും ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുക. അതോടുകൂടെ അവർ ദൈവ വഴി വിട്ടുപോവുകയും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ തള്ളപ്പെടുന്ന 7 ദാസന്മാരിൽ ഒരുവനായി തീരുകയും ചെയ്യും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മറ്റു ചിലർ അധികാരഭ്രമമായിരിക്കും ഉണ്ടായിരിക്കുന്ന ഇത് മനസ്സിലാക്കുന്ന സാത്താൻ ഇങ്ങനെയുള്ള ദാസന്മാരിൽ അധികാരത്തിനു വേണ്ടിയുള്ള താല്പര്യവും വർദ്ധിപ്പിക്കും. സഭാതലത്തിലുള്ള പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അധികാരങ്ങൾക്ക് വേണ്ടി ഏത് നീചമായ മാർഗവും അവലംബിക്കുവാനും അവർ പ്രേരിപ്പിക്കപ്പെടും. എതിരാളിയെ പരാജയപ്പെടുത്തുവാൻ ഏത് അനീതിയുടെ മാർഗവും അവർ ഉപയോഗിക്കും. ഇങ്ങനെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഭൂമിയിലുള്ള സംഘടനാ തലങ്ങളിൽ പിടിച്ചിരിക്കുവാൻ അവർക്ക് കഴിയുമെങ്കിലും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ തള്ളപ്പെട്ടു പോകും. അപ്പോൾ തന്നെ ദൈവത്താൽ അധികാരങ്ങളിലേക്ക് ഉയർന്നവർ, അതിൽ വിശ്വസ്തരായിരുന്നവർ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ എടുക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുക. ഹല്ലേലൂയ. അധികാര തലങ്ങളിലേക്ക് ഉയർന്നു വന്നവരെ തകർക്കുവാൻ സാത്താൻ ഉപയോഗിക്കുന്ന മറ്റൊരു തന്ത്രം അവരുടെ തന്നെ കൂട്ടുദാസന്മാരെ ഉപദ്രവിക്കുവാൻ നൽകുന്ന പ്രേരണകളാണ്. അത് സ്വന്തം സംഘടനയിലെ സഹപ്രവർത്തകരോടോ സഹോദരി സംഘടനയിലെ പ്രവർത്തകരോടോ ആകാം. എല്ലാവരും യേശുവിൻ്റെ ദാസന്മാരാകയാൽ ക്രിസ്തുവിൻ്റെ ഒരു ദാസനെ ഉപദ്രവിക്കുവാൻ ക്രിസ്തു തൻ്റെ മറ്റൊരു ദാസനെ അനുവദിക്കുകയില്ല. എന്നാൽ സംഘടനയോടുള്ള അമിതമായ കൂറുനിമിത്തം സഹോദരി സംഘടനയിലെ ദാസന്മാരെ അപമാനിക്കുവാനും ഒതുക്കുവാനും തകർക്കുവാനും തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരും തങ്ങളുടെ തന്നെ സംഘടനയിലുള്ള തങ്ങൾക്ക് സ്തുതി പാടാത്ത ദാസന്മാരെ സ്ഥലമാറ്റത്തിൻ്റെ പേരിലും മറ്റും ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ അവരും യേശുവിൻ്റെ വരവിൽ തള്ളപ്പെടും. ഹല്ലേലൂയ, ആമേൻ. മറ്റു ചിലർക്ക് ജഡികമായ ആസക്തിയാണുള്ളത്. ഇത് മനസ്സിലാക്കുന്ന സാത്താൻ അവരെ ദുർനടപ്പുകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ വ്യഭിചാരങ്ങളിലും മറ്റും അകപ്പെട്ട് ജീവിതത്തെ ക്രമീകരിക്കാതെ ജീവിക്കുന്ന ദാസന്മാരും ക്രിസ്തുവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോകുക. അതുകൊണ്ടാണ് യജമാനൻ 10 പേർക്ക് റാത്തലുകൾ കൊടുത്തുവെങ്കിലും കണക്ക് തീർക്കുന്ന നാളിൽ 3 പേർ മാത്രമേ അവിടെ എത്തുന്നുള്ളൂ എന്ന് കാണുന്നത്. 7 പേരും തള്ളപ്പെട്ടു പോയി. അതത്രേ ഭയാനകം. ആമേൻ, അതെത്ര ഭയാനകം. ഇത് സംബന്ധിച്ച് യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവൻ എന്ന് തീർത്ത് പറയും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-ഉം 23-ഉം വാക്യം വായിക്കുമ്പോൾ അത് കർത്താവ് പറഞ്ഞ വാക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാകും. ആമേൻ,
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റാത്തലുകൾ നൽകപ്പെടുമ്പോൾ 10 പേരും അത് വാങ്ങിക്കുവാൻ യോഗ്യരായ ദാസന്മാരായിരുന്നു. കാലക്രമേണ അതിൽ 7 പേർ ദുഷ്ടദാസന്മാരായി തീരുകയും തള്ളപ്പെടുകയും ചെയ്യുന്നു. പുനരാഗമനത്തിൽ എടുക്കപ്പെട്ട 3 പേരിൽ ഒരുവന് 10 പട്ടണത്തെ ഭരിക്കുവാൻ അവകാശം ലഭിക്കുന്നു, മറ്റൊരുവന് 5 പട്ടണത്തിൽ ഭരിക്കുവാനാണ് അധികാരം ലഭിക്കുന്നത്. മൂന്നാമനാകട്ടെ ഒരു റാത്തൽ പോലും നേടിയില്ല. തന്മൂലം ഒരു പട്ടണത്തിന്റെ മേൽ പോലും അധികാരം ലഭിക്കുന്നതുമില്ല. ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ ഭരണത്തിൽ അധികാരങ്ങൾ പങ്കിട്ടു കൊടുക്കുന്നത് തങ്ങൾ ഭൂമിയിൽ എപ്രകാരം താലന്തുകൾ വ്യാപാരം ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. പതിവുപോലെ ദൂതൻ വിശുദ്ധ സംഘത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് ഇപ്രകാരം പരസ്യ പ്രഖ്യാപനം നടത്തി: നമ്മുടെ കർത്താവ് ഭൂമിയുടെയും പ്രപഞ്ചത്തിന്റെയും കർത്താവാകുന്നു. സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും, സകല നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയും. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഭൂലോകത്തിലെ ചക്രവർത്തി ആകുവാൻ പോകുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധന്മാർ ഭൂലോകത്തിന്റെ ഭരണമേൽക്കുവാൻ പോവുകയാണ്. ഈ പരസ്യ പ്രഖ്യാപനത്തിന് ശേഷം ദൂതൻ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചു. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. ദൂതൻ വേദപുസ്തകം മടക്കി വച്ചിട്ട് അടുത്ത പ്രസ്താവന നടത്തി. ജനമെല്ലാം ശ്രദ്ധയോടെ കേട്ടുനിന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിച്ചവരെ, പീഡിപ്പിക്കപ്പെട്ടവരെ, വധിക്കപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുന്നു. ആമേൻ. ഭൂമിയിലെ ഭരണകൂടങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർക്ക് 100 വർഷം പോലും ഭരിക്കുവാൻ അവസരം ലഭിച്ചിട്ടില്ല. ഭരണകൂടങ്ങൾക്ക് വേണ്ടിയും പാർട്ടികൾക്ക് വേണ്ടിയും മരിച്ചവർക്ക് രക്തസാക്ഷി മണ്ഡപങ്ങളിലും പുഷ്പചക്രങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ അവരാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ അവരുടെ ഹല്ലേലൂയ നേതാക്കന്മാർക്ക് സാധിക്കുകയുമില്ല. എന്നാൽ നിങ്ങളെയോ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചുവോ ആ രാജ്യത്തിന്റെ ഭരണകർത്താക്കളായി നിങ്ങളെ ഭൂരാജാക്കന്മാരുടെ അധിപതിയായി ക്രിസ്തു നിയമിക്കുവാൻ പോകുന്നു. നിങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി അപമാനിക്കപ്പെട്ടുവോ ആ രാജ്യത്തിൽ തന്നെ നിങ്ങൾ മാനിക്കപ്പെടുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഏത് രാജ്യത്തിൽ വെച്ച് നിങ്ങൾ വധിക്കപ്പെട്ടുവോ ആ രാജ്യത്തിൽ തന്നെ നിങ്ങളെ ഭരണകർത്താക്കന്മാരാക്കുവാൻ പോകുന്നു. ദൂതന്റെ ഈ പ്രസ്താവന കേട്ടപ്പോൾ വിശുദ്ധ സംഘം ഇളകിമറിഞ്ഞു. ഹല്ലേലൂയ. ശബ്ദം കൊണ്ട് ആ പ്രദേശം ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വീണ്ടും ദൂതൻ ഇന്ത്യയുടെ ഭരണകർത്താക്കന്മാരായി നിയമിക്കപ്പെട്ടവരുടെ പേരുകൾ വിളിച്ചു. ഇന്ത്യയിൽ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവരും വിധിക്കപ്പെട്ടവരും ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ കാണപ്പെട്ടു. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും മുഖ്യമന്ത്രിമാർക്കു പകരം ക്രിസ്തു ഭക്തന്മാരെ ചക്രവർത്തിയായി യേശു ക്രിസ്തു രാജാക്കന്മാരായി നിയമിച്ചു. പഞ്ചാബിന്റെ രാജാവ് സാധു സുന്ദർ സിംഗ് ആയിരുന്നു. ഒറീസയുടെ രാജാവായി നിയമിക്കപ്പെട്ട സ്റ്റുവാർട്ട് സ്റ്റെയിൻസ് ഗ്രഹാം ആയിരുന്നു. ഭാരതത്തിൽ പ്രധാനമന്ത്രിക്ക് പകരം തോമസ് അപ്പോസ്തലനെ ന്യൂഡൽഹിയിൽ നിയമിച്ചു. അദ്ദേഹത്തിന് ഇസ്രയേൽ സമൂഹത്തിലെ ഒരു ഗോത്രത്തിന്റെ ഭരണ ചുമതല നൽകപ്പെട്ടു. ഭാരതത്തിന്റെ ചക്രവർത്തി ക്രിസ്തു തന്നെ ഹല്ലേലൂയ ആയിരുന്നു.
തോമസ് അപ്പോസ്തലന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിലെ രാജാക്കന്മാരും അധികാരികളും ഭാരതത്തിലെ സുഗമമായ ആമേൻ ഭരണത്തിന് ആവശ്യമുള്ള ചർച്ചകൾ നടത്തി തോമസ് അപ്പോസ്തലന്റെ നേതൃത്വത്തിലുള്ള ഭാരതത്തിലെ ഭരണകൂടത്തിൽ ഉൾപ്പെടുത്താത്ത ചില പ്രമുഖന്മാർ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അവർ റാത്തലുകൾ ചിലവാക്കാത്തവരായിരുന്നുവെന്ന് എല്ലാവർക്കും ബോധ്യമായി. ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാതിരുന്ന അവരുടെ മുഖത്ത് ഇളിഭ്യതയും ലജ്ജയും എടുത്തു കാണിച്ചു. ഭാരതത്തിലെ ധനികനായ ഒരു ക്രിസ്ത്യാനിയുടെ വേലയ്ക്ക് നിന്ന ഒരു യുവാവ് ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയിൽ തിരുവനന്തപുരം സിറ്റിയുടെ മേയറായി നിയമിക്കപ്പെട്ടതും ആ യുവാവിൻ്റെ ഭൂമിയിൽ ഉണ്ടായിരുന്ന യജമാനെ തൻ്റെ പിയൂണായി നിയമിക്കപ്പെട്ടതും ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളായിരുന്നു. പിയൂൺ പോസ്റ്റ് പ്രൈസ് എങ്കിലും തനിക്ക് ലഭിച്ചതിൽ അയാൾക്ക് സന്തോഷമുണ്ടായി. അതുപോലും ലഭിക്കാത്ത അനേക പ്രമുഖന്മാർ അവിടെ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. ഭൂമിയിലെ ധനികനായിരുന്ന ഒരു മനുഷ്യൻ തനിക്ക് പറ്റിയ അബദ്ധം പ്രധാനമന്ത്രിയായി തീർന്ന തോമസ് അപ്പോസ്തലനോട് തുറന്നു പറഞ്ഞു. ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെ അധിപനായ തോമസ് അപ്പോസ്തല, വിദേശത്ത് ജനിച്ച നിങ്ങൾ ഭാരതത്തിൻ്റെ ഭരണാധിപനായി, ഞാനാകട്ടെ ഈ രാജ്യത്തിൽ തന്നെ ജനിച്ചു വളർന്നവനാണ്. അങ്ങ് ഇന്ത്യയിൽ വന്നപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ് എൻ്റെ പൂർവ്വപിതാക്കന്മാർ എല്ലാവരും. ചരിത്രം അതാണ്. എനിക്ക് 10 ബാങ്കുകളിലായി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്നു. ഏക്കർ കണക്കിന് സ്ഥലമുണ്ടായിരുന്നു. മാളിക പോലുള്ള വീടുകളുണ്ടായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിനു വേണ്ടി ഒന്നും പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല. സമയമെല്ലാം മക്കളെ വളർത്തുന്നതിനും പണമുണ്ടാക്കുന്നതിനുമായി ഉപയോഗിച്ചു. അവസാനം മക്കൾ പ്രൈസ് ലോർഡ് വളർന്നപ്പോൾ അവരെല്ലാം തന്നെ ദൈവിക പാത വിട്ട് അവരെ എനിക്ക് നിത്യതയിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല. എൻ്റെ സമ്പത്തുകളിൽ അല്പം പോലും എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഈ ന്യായപീഠത്തിൻ്റെ മുമ്പിലെത്തിയപ്പോഴാണ് നിത്യതയെക്കുറിച്ചുള്ള രഹസ്യം ഞാൻ അറിഞ്ഞത്. അതിന് മുമ്പ് നിത്യതയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നത് പാപികളെല്ലാം നരകത്തിൽ, വിശുദ്ധന്മാരെല്ലാം സ്വർഗത്തിൽ. ഇതിനപ്പുറം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ 1000 വർഷത്തെ ഭരണമുണ്ടെന്ന്, അവിടെ വിശുദ്ധന്മാർക്ക് അധികാരങ്ങളും ഭരണവും ലഭിക്കുമെന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഭൂമിയിലേക്ക് ഞാനിനി ഇല്ല. 1000 വർഷം ഒരധികാരവുമില്ല. അത് എങ്ങനെ ഞാൻ കഴിയും? മാത്രമല്ല, എൻ്റെ കാർ ഓടിച്ചുകൊണ്ടിരുന്ന കുട്ടനും, എസ്റ്റേറ്റിൻ്റെ മാനേജറായിരുന്ന തോമസും, അടുക്കളപ്പണിക്കാരായിരുന്ന അമ്മിണിയുമൊക്കെ ഭരണം നടത്തുമ്പോൾ ഒരു പിയൂൺ പോസ്റ്റ് പോലും ലഭിക്കാത്ത ഞാൻ എങ്ങനെ അവരോടൊപ്പം 1000 വർഷം കഴിയും? അദ്ദേഹം ലജ്ജയോടെ മുഖം താഴ്ത്തുകയും ഏങ്ങി കരയുകയും ചെയ്യുന്നു. തോമസ് അപ്പോസ്തലൻ അദ്ദേഹത്തിൻ്റെ പുറത്ത് തട്ടിയിട്ട് ഇപ്രകാരം പറഞ്ഞു: എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ലഭിച്ച റാത്തലുകൾ വ്യാപാരം ചെയ്യേണ്ടത് ആയിരുന്നു. ഏതായാലും ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാതിരിപ്പാൻ സാധ്യമല്ല. യേശു ക്രിസ്തുവിനു വേണ്ടി ഭൂമിയിൽ പ്രവർത്തിച്ചവരും പ്രവർത്തിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയേണ്ടതിന് നിങ്ങളെപ്പോലുള്ളവരും ഭൂമിയിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുമാത്രമല്ല, ഈ ന്യായാസനത്തിന് മുമ്പിൽ 7 വർഷം മാത്രമേ നിൽക്കുവാൻ നമുക്ക് അനുവാദമുള്ളൂ. അതിനുശേഷം എല്ലാവരും തങ്ങൾ ജനിച്ചു വളർന്ന ഭൂമിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പോയേ മതിയാകൂ. ഭൂമിയിലെ ഓരോ രാജ്യങ്ങളിലെയും പട്ടണങ്ങളുടെ അധികാരികളായിട്ട് ക്രിസ്തു ഓരോ വിശുദ്ധന്മാരെയും നിയമിച്ച് 3 പേരിൽ ഒരാൾ
ആമീൻ ഒരാൾ വെച്ച് ആമീൻ ഒരധികാരവും ലഭിക്കാത്തവരായിരുന്നു. രണ്ടുപേരിൽ ഒരുവൻ മറ്റവനേക്കാൾ കൂടുതൽ അധികാരമുള്ളവനായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ചവരും പ്രവർത്തിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം 1000 വർഷത്തെ ഭരണത്തിൽ വ്യക്തമായി പ്രകടമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലോക രാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി എന്ന് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ബലവാൻ ബലത്തിൽ പ്രശംസിക്കരുതേ, ധനവാൻ ധനത്തിൽ പ്രശംസിക്കരുതേ, ജ്ഞാനത്തിൽ പ്രശംസിക്കരുതേ. പ്രശംസയെല്ലാം യേശുവിൽ മാത്രം, അവനിലല്ലോ നിത്യജീവൻ, അവനിലല്ലോ നിത്യജീവൻ. ധനവും മാനവും ദൈവത്തിൻ ദാനം, ദൈവമക്കൾക്കതും നിദാനം. ദൈവവചനം അനുസരിച്ചാൽ നീയും ദൈവ പൈതലാകും, അവനിലല്ലോ നിത്യജീവൻ. ബലവാൻ ബലത്തിൽ പ്രശംസിക്കരുതേ, ധനവാൻ ധനത്തിൽ പ്രശംസിക്കരുതേ. ബലവാൻ ബലത്തിൽ പ്രശംസിക്കരുതേ, ധനവാൻ ധനത്തിൽ പ്രശംസിക്കരുതേ. ജ്ഞാനത്തിൽ പ്രശംസിക്കരുതേ. പ്രശംസയെല്ലാം യേശുവിൽ മാത്രം, അവനിലല്ലോ നിത്യജീവൻ, അവനിലല്ലോ നിത്യജീവൻ. നിന്നിൽ നിറയും ഫലങ്ങൾ കാൺമാൻ നീ പൊഴിക്കും മൊഴികൾ കേൾപ്പാൻ. നിന്നിൽ നിറയും ആമേൻ ഫലങ്ങൾ കാൺമാൻ നീ പൊഴിക്കും മൊഴികൾ കേൾപ്പാൻ. പ്രാണനാഥൻ ആത്മനാഥൻ അതികുതുകാൽ നോക്കിടുന്നു, അവനിലല്ലോ നിത്യജീവൻ, അവനിലല്ലോ നിത്യജീവൻ. ബലവാൻ ബലത്തിൽ പ്രശംസിക്കരുതേ, ധനവാൻ ധനത്തിൽ പ്രശംസിക്കരുതേ. ബലവാൻ ബലത്തിൽ പ്രശംസിക്കരുതേ, ധനവാൻ ധനത്തിൽ പ്രശംസിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പ്രശംസിപ്പാൻ നമ്മുടെ ബലത്തിലോ ധനത്തിലോ ജ്ഞാനത്തിലോ ഒന്നും സാധ്യമല്ല. പ്രശംസയെല്ലാം കർത്താവിന് കൊടുത്തും കർത്താവിന് സ്തോത്രം. എല്ലാ ബഹുമാനവും അർപ്പിച്ച് ജീവിക്കുന്ന ദൈവമക്കൾക്ക് സ്തോത്രം. ഹല്ലേലൂയ. തമ്പുരാൻ യേശു കർത്താവ് നൽകുന്ന എല്ലാ സ്തോത്രം അനുഗ്രഹങ്ങളും ലഭിച്ചവരായി ഈ ഭൂമിയിൽ 1000 വർഷം ആമേൻ പാർക്കുമെന്നത് നമ്മൾ ഇന്ന് കേട്ട ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ മനസ്സിലാക്കുന്നു. എല്ലാവരെയും കർത്താവ് ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവർക്കും നന്മയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ, കണ്ണുകളെ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രത്യേക സമയം തിരുസന്നി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കേട്ടതായ അവിടുത്തെ വചനം ദൈവമേ, ധനവാൻ ധനത്തിൽ പ്രശംസിക്കാതെ, ബലവാൻ ബലത്തിൽ പ്രശംസിക്കാതെ, പ്രശംസയെല്ലാം കർത്താവിൽ സ്തോത്രം അർപ്പിച്ച് കർത്താവിന് നൽകി ആയിരിക്കാൻ ഞങ്ങളെ ഒക്കെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം, നല്ല ചിന്തകൾക്കായി സ്തോത്രം. അതിൽ കൂടെ എല്ലാം തിരുനാമം മഹിമപ്പെടുവാൻ ഇടയാകണം. തിരുനാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കണം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേട്ട് ഉത്തരമല്ലണമേ സ്വർഗീയ പിതാവേ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.